കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അങ്ങനെയില്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചിട്ട് പറയണം എന്താ ഇങ്ങനെയുണ്ട്. ഒരു വിഷയം നമ്മളോട് ഇതുവരെ അവർ പറഞ്ഞിട്ടുമില്ല. ഈ ശരിക്കും ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമേ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള സമ്മർദ്ദമാണ് ഈ കുട്ടിയെ തിരികെ വേണം എന്നായിരുന്നു? അതെ അതെ, അതാണ് അവൻ്റെ ഉദ്ദേശം. കാരണം നീ വേണ്ട, നീ പോയിട്ട് ആത്മഹത്യ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ എനിക്ക് കുട്ടീനെ കിട്ടിയാൽ മതി, ഞാൻ കുട്ടീനെ എടുത്തിട്ട് പോകുന്നു. അങ്ങനെയെല്ലാം ഭർത്താവിനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഈ ഒരാഴ്ച മുമ്പായിരുന്നു ആദ്യം അങ്ങനെ പറഞ്ഞത്. ഇപ്പം വന്നതിന് ശേഷമാണ്, ഈ ഒരാഴ്ചയായിട്ട്. ഇല്ല, ആ ഒരു ദിവസം വന്നതേ ഉള്ളൂ. അതിന് മുന്നേ പിന്നെ ഇവിടെ വിളിച്ചിട്ട് ഭീഷണിയാക്കിയതാണ് ടെലിഫോണിലേക്കൂടെ. അന്നേരം ഇവിടെ എന്നോട് പറഞ്ഞു ഇങ്ങനെയുണ്ട് അച്ഛൻ. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, നമുക്ക് വേണ്ടും പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാണ്. മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നില്ലേ? അപ്പോൾ എന്തായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടി? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഗാർഹിക പീഡനം അമ്മയുടെ പേരിൽ കൊടുത്തതാണ്. അപ്പോൾ അവർ പിന്നെ അന്വേഷിച്ച് അതിൻ്റെ ശരിക്കുള്ള ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോയതില്ല, നമ്മൾ അറിയിച്ചിട്ടില്ല അവർ. അല്ല, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മൾ ഈ ഓപ്ഷൻ തന്നെ കൊടുത്തിരുന്നത് ഇവരോട്. കാരണം ഒന്നിക്കൽ നീ കൂട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ പിന്നെ നീ എവിടെയെങ്കിലും വാടകയ്ക്ക് കുറച്ച് ദിവസം നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയുടെ കൂടെ അവൾ താമസിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒന്നിനും തയ്യാറല്ല. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാ? അതന്നെ ഇപ്പോൾ ഒരു വർഷമായി, മാർച്ചിൽ. അതെ. ഈ ഗൾഫിൽ നിന്ന് ഈ തവണ വന്നതിന് ശേഷം പോലീസ് ഹാജരാകാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാ മോള് പറഞ്ഞത്. അങ്ങനെയാന്ന് അവൻ വന്നതെന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്നില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നില്ല എന്തോ ഒരു ഇത് കിട്ടിയിട്ടാണ് ഗാർഹിക പീഡനത്തിൻ്റെ എന്തോ. അത് ഞാൻ സംസാരിച്ചിട്ടില്ല അവനായിട്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഇത്തരം മാനസിക പീഡനങ്ങൾ നിങ്ങളോട് കൃത്യമായ സമയത്ത് തന്നെ പങ്കുവച്ചിരുന്നോ അറിയുമോ? ഇല്ല, അവള് വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയാറില്ല. പക്ഷെ ഇത് സംഭവം എന്തോ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവള് ഉണ്ട് ഇങ്ങനെ പറയലുണ്ട്. ആ അമ്മ ഇങ്ങനെയാന്ന്. ഞാൻ പറഞ്ഞ മോളെ കുടുംബമല്ലേ, ജീവിതമല്ലേ, അങ്ങനെ എല്ലായിടെയും ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലായിടെയും കിട്ടിയെന്ന് വരില്ല. നമ്മളെ സ്നേഹം എല്ലായിടൊന്നും ഇതായിട്ട് വരില്ല. കാരണം അതൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അന്നേ മുന്നേ ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ സ്ത്രീനെ പറ്റിയിട്ട് അവൾക്ക് എപ്പം പരാതി ഉണ്ടാവില്ല. അവനോടും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ വാക്ക് മാത്രം നീ കേട്ടിട്ട് നിൽക്കല്ല. കാരണം എൻ്റെ മോൾ നിന്നെ ആശ്രയിച്ചിട്ട് നിൽക്കുന്നതാണ്. നിൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് നീ മാത്രമേ ഉള്ളൂ. അമ്മ ഇങ്ങനെയാണെങ്കിൽ അമ്മക്ക് അച്ഛനുണ്ട്. നിനക്കെന്ന് വെച്ചാൽ നിൻ്റെ ഭാര്യയും കുട്ടീനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അമ്മയുടെ കാര്യത്തിൽ നീ എന്തിനാ ഇത്ര ഇതാവുന്നത്? അമ്മേനെ സംരക്ഷിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല, അമ്മേനെ നോക്കണം. പക്ഷെ ഭാര്യനും കുട്ടീനെയും ആദ്യം നോക്ക് നീ. അതിന് ഓന് ഇതില്ല. അവൻ്റെ അമ്മ എന്താ പറയുന്നത് അതുപോലെ കേൾക്കൂല. ഇനിയിപ്പോൾ എൻ്റെ ഓന് ഇവിടെ മോളെയും കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് പറയും, ഫോണിൽ വിളിക്കുക, ആ ഫോൺ അറ്റൻഡ് ചെയ്ത് അതേമാതിരി ചങ്ങായി പ്രവർത്തിക്കുമല്ലോ. വേറെ ഇവക്കൊരു അവസാനമായി ഫോണിൽ എന്താണ് കുറിച്ചിട്ടത്? ഫോണിൽ ഉത്തരവാദിത്തം അവരാണെന്നുള്ളത് ഫോണിലും എൻ്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവിൻ്റെ അമ്മയും തന്നെയാണെന്നുള്ളത്. 1.5 വർഷമായി മാറി താമസിക്കുന്നു. ഒരു 1.5 വർഷമായി പ്രശ്നം കൊണ്ട് കളിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് മകനുമായി പുഴയിലേക്ക് ചാടിയ റീമയുടെ പിതാവാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമാണ് എന്നതാണ് പിതാവ് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ തങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ എന്നാണ് തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെയാണ് ആ പിതാവ് പറയുന്നത്.